നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.എസിന്റെ മൃതദേഹത്തിന് മുന്നിൽ തലയും കുനിച്ചു നിൽക്കുന്ന CPM-കാരെ ചുരുട്ടിക്കൂട്ടി മലയാളികൾ. ആരെ കാണിക്കാനാണ് ഈ പ്രഹസനമെന്ന കമന്റുകളും പോസ്റ്റുകളും. വി.എസിന്റെ അടുത്ത് പോയി നിൽക്കാൻ എത്ര CPM നേതാക്കൾക്ക് യോഗ്യതയുണ്ട് എന്ന ചോദ്യമാണ് ഇതിൽ പ്രധാനം. പിണറായി വിജയനെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് കുടയുകയാണ്. കേരളം കടലായത് കണ്ട് വിറങ്ങലിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനിയുള്ള രാത്രികളിൽ ഉറക്കത്തിൽ ഞെട്ടിയുണർന്ന് നിലവിളിക്കും പിണറായി എന്നൊക്കെ പലരും കമന്റ് ഇടുന്നു. പിണറായി വിജയനോളം വി.എസിനെ അധിക്ഷേപിച്ച മറ്റൊരു നേതാവ് കാണുകയില്ല. എന്നിട്ടിപ്പോൾ പിണറായി വി.എസിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ കേരളം പുച്ഛിച്ചു തള്ളും. വി.എസിന് ക്യാപ്റ്റൻ പണിഷ്മെന്റ് പ്രഖ്യാപിച്ച കൂട്ടർ വരെ പാർട്ടിയിലുണ്ട്. പിണറായി വിജയനോളം വി.എസിനെ അധിക്ഷേപിച്ച മറ്റൊരു നേതാവ് കാണുമോ? എന്നിട്ടിപ്പോൾ പിണറായി വി.എസിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ കേരളം പുച്ഛിച്ചു തള്ളുന്നു. ബക്കറ്റിലെ വെള്ളം കടലാകുമെന്ന് അങ്ങേരോട് ആരേലും പറഞ്ഞു കൊടുക്കുന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. അന്ന് ശംഖുമുഖത്ത് വി.എസിനിട്ട് പൊട്ടിച്ച ബോംബ് പിണറായിക്കിട്ട് പൊട്ടുന്നു. ഇതാണ് പറയുന്നത് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ലെന്ന്. വി.എസ് ബക്കറ്റിലെ വെള്ളം മാത്രമായിരുന്നു എന്ന് പിണറായി അടിച്ച ഡയലോഗ് അതൊന്ന് നോക്കാം. ഒരു കുട്ടി കടൽ കാണാൻ വന്നു. കടലിൽ തിരകളാർത്തലയ്ക്കുന്നു. കുട്ടിക്ക് വളരെ സന്തോഷമായി. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റുമായി വന്ന് അതിൽ വെള്ളം കോരി. ബക്കറ്റിൽ നോക്കുമ്പോൾ അതിൽ തിര വരുന്നില്ല. കുട്ടിക്ക് വിഷമമായി. ബക്കറ്റിൽ നോക്കുമ്പോൾ അതിൽ തിര വരുന്നില്ല. കുട്ടിക്ക് വിഷമമായി. കുട്ടി കരഞ്ഞു. കുട്ടിയുടെ പ്രയാസം കണ്ട് ബക്കറ്റിലെ വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിന്നാലേ തിരയാകൂ എന്ന്. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന്. ശംഖുമുഖത്ത് നവകേരള യാത്രയുമായി അതിന്റെ സമാപന സമ്മേളനത്തിൽ പിണറായി വിജയൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞു വെച്ചത്. പിണറായി പറഞ്ഞ ആ പ്രസ്താവന പിണറായിക്കിട്ടാണ് പൊട്ടിയിരിക്കുന്നത്. ബക്കറ്റിലെ വെള്ളമല്ല വി.എസ് കടലാണെന്ന് പിണറായി കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ CPM-ന്റെ ചരിത്രമെടുത്താൽ അതിൽ പ്രധാനപ്പെട്ട ഏടുകളിൽ ഒന്ന് തന്നെയാണ് വി.എസ് അച്യുതാനന്ദൻ. പിണറായി വിജയൻ പോരും അതിൽ പ്രധാനം. CPM-നുള്ളിൽ വിഭാഗീയത കൊടികുത്തി വാഴുന്ന കാലത്താണ് വി.എസ് പിണറായി തമ്മിലടി രൂക്ഷമായത്. വി.എസ് പക്ഷമെന്നും പിണറായി പക്ഷമെന്നും രണ്ട് ഗ്രൂപ്പുകളാണ് ആ സമയത്ത് രൂപം കൊണ്ടത്. പിണറായി പക്ഷം ഔദ്യോഗിക പക്ഷമെന്ന് അറിയപ്പെട്ടു. പാർട്ടിക്ക് മുകളിൽ വളരാൻ വി.എസ് ശ്രമിക്കുന്നു എന്നതായിരുന്നു അക്കാലത്ത് ഔദ്യോഗിക പക്ഷത്തിന്റെ ആരോപണം. വി.എസിന്റെ വലം കൈയായിരുന്നു 90കളിൽ പിണറായി വിജയൻ. വി.എസും പിണറായി വിജയനും ഒരു കൂട്ടം യുവ നേതാക്കളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതിൽ വി.എസിന്റെ ഏറ്റവും വിശ്വസ്തൻ പിണറായി വിജയൻ തന്നെയായിരുന്നു. ഒടുക്കം വി.എസിന്റെ കാലുവാരി പിണറായി പാർട്ടി പിടിച്ചു. പിണറായിയുടെ നിലപാടുകളെ എല്ലാ കാലത്തും എതിർത്തയാളാണ് വി.എസ് അച്യുതാനന്ദൻ. ലാവ്ലിൻ കേസ് ആയുധമാക്കി വി.എസ് പിണറായിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അരയും തലയും മുറുക്കി പാർട്ടി പിണറായിയെ പ്രതിരോധിച്ചു. പാർട്ടി സമ്മേളനങ്ങളിൽ വി.എസും പിണറായി വിജയനും ശക്തമായി ഏറ്റുമുട്ടി. വിഷയത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് രണ്ടുപേർക്കും പാർട്ടി അന്ത്യശാസനം നൽകി. പക്ഷേ അത് രണ്ടുപേരും ലംഘിച്ചതോടെ കടുത്ത ഭിന്നതകൾക്കൊടുവിൽ 2007 മെയ് 26-ന് വി.എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കി. പിണറായി വിജയന്റെ മാധ്യമ സിൻഡിക്കേറ്റ് പ്രയോഗവും വി.എസിന്റെ പ്രതികരണവുമാണ് ഇരുവർക്കുമെതിരായിട്ടുള്ള അച്ചടക്ക നടപടിയിലേക്ക് എത്തിച്ചത്. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നവർ തന്നെ സിൻഡിക്കേറ്റിനെ ആശ്രയിക്കുന്നു എന്നായിരുന്നു വി.എസിന്റെ വാക്കുകൾ. വി.എസിന്റെ പ്രതികരണം വന്ന് അരമണിക്കൂറിനകം പിണറായി വിജയൻ AKG സെന്ററിൽ പത്രസമ്മേളനം വിളിച്ചു. ഒരു PB അംഗം മറ്റൊരു PB അംഗത്തോട് പുലർത്തേണ്ടുന്ന സാമാന്യ മര്യാദയുടെ ലംഘനമാണ് എന്നതായിരുന്നു വി.എസിനെ വിമർശിച്ചത്. പരസ്യ പ്രതികരണത്തിന്റെ പേരിൽ നായക പ്രതിനായക വേഷം കൊണ്ടാടി വന്ന ഇരുവർക്കും പാർട്ടി നടപടി നേരിടേണ്ടി വന്നു. പാർട്ടി അമ്മയാണ്, ശിക്ഷിക്കാനും തിരുത്താനും അവകാശമുണ്ടെന്ന് പറഞ്ഞാണ് വി.എസ് നടപടിയെ സ്വീകരിച്ചത്. പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന പിണറായിക്കെതിരെയും നടപടി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ പിന്നീട് PBയിലേക്ക് തിരിച്ചെടുത്തു. വി.എസിന് പക്ഷേ ഇവിടം കൊണ്ടും തീർന്നില്ല നടപടി. പിന്നീട് വി.എസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തലിന് പുറമെ പാർട്ടിയുടെ പരസ്യ ശാസനയ്ക്കും വി.എസ് വിധേയനാകേണ്ടി വന്നിട്ടുണ്ട്. 2008-ലെ കോട്ടയം സമ്മേളനത്തോടെ പാർട്ടി പൂർണ്ണമായും പിണറായിയുടെ വരുതിയിലായി. 2006 മുതൽ 2011 വരെ വി.എസ് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ തന്നെയായിരുന്നു പാർട്ടിക്കുള്ളിൽ കൂടുതൽ ആധിപത്യമുണ്ടായിരുന്നത്. പാർട്ടി പ്രതിക്കൂട്ടിൽ നിന്ന അവസരങ്ങളിൽ പോലും തന്റെ നിലപാടിൽ നിന്ന് ഒരു കടുകിട പിന്നാക്കം പോകാൻ വി.എസ് അച്യുതാനന്ദൻ തയ്യാറായിരുന്നില്ല.
2012 TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ VS അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചതും ഏറെ വാർത്തകൾ സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ്. TP ചന്ദ്രശേഖരൻ വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ഏത് അന്നം കഴിക്കുന്നവർക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ രംഗത്തെത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റിയിൽ അരിയാഹാരം കഴിക്കുന്ന ആരും TP വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശ്വസിക്കില്ല എന്നായിരുന്നു VSന്റെ മറുപടി. അതിന് മറുപടി എന്നോണം പരസ്യ പ്രസ്താവനയിലൂടെ തന്നെ പാർട്ടിക്ക് പങ്കില്ലെന്ന് നല്ല വറ്റു തിന്നുന്നവർക്ക് ഉറച്ചു വിശ്വസിക്കാമെന്ന് പിണറായി തിരിച്ചടിച്ചു. VSന്റെ പ്രസ്താവനകൾ പാർട്ടിക്കകത്തുള്ള വിഷയമാണ്. ഇത് പാർട്ടി ചർച്ച ചെയ്യും. ഇക്കാര്യം മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. തീരുമാനത്തിനായി കാത്തിരിക്കാനും പിണറായി എന്ന് പറഞ്ഞു. TP വധത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു പിണറായി ആവർത്തിച്ചത്. വാർത്താ സമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പിണറായി വിജയന് ചുട്ട മറുപടി നൽകി VS വീണ്ടും രംഗത്ത് വന്നു. പാർട്ടി സെക്രട്ടറി പറയുന്നതാണോ ജനം വിശ്വസിക്കുന്നതെന്ന് നമുക്ക് അനുദിനം കണ്ടറിയാമെന്ന VS മറുപടിയായി പിണറായിക്ക് നൽകി. TP ചന്ദ്രശേഖരൻ വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ഏത് അന്നം കഴിക്കുന്നവനും ഉറപ്പു പറയാമെന്ന പിണറായിയുടെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു സെക്രട്ടറിയുടെ നിലപാടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള VSന്റെ മറുപടി. പാർട്ടി സെക്രട്ടറിയും കൂട്ടരും പറയുന്നതാണോ ഈ നാട്ടിൽ നടക്കുന്നതെന്ന് നമുക്ക് ഉടൻ അറിയാമെന്ന് VS പറഞ്ഞു. ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം കമന്റുകളായിട്ട് ഉയരുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന്, അതായത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ദർബാർ ഹാളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിലാപയാത്ര ആരംഭിക്കുന്നത് വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ ഒരു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം പ്രചരിക്കുന്നത്, പ്രത്യേകിച്ച് സാറ്റലൈറ്റുകളൊക്കെ ലൈവൊക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾ, അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല നേതാവ് ഒക്കെ ആയിരുന്നു VS അച്യുതാനന്ദൻ എന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു രീതിയായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ മറക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇതൊന്നും മറന്നിട്ടില്ല. ഒരു നല്ല നേതാവായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ അദ്ദേഹത്തെ തല്ലി തകർക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ തരം താഴ്ത്താൻ ശ്രമിച്ചത് എന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നിട്ടുള്ള പല കാര്യങ്ങളും, VSനെ തകർക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.